Hi friends, welcome to iTunes Kitchen. Hello, Assalamualaikum, Namaskaram. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എളുപ്പത്തിൽ ഇഫ്താറിനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബോളിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം, എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം ഞാനൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, പിന്നെ 2 സ്ലൈസ് ബ്രെഡും എടുത്തിട്ടുണ്ട്. ഇനി ആ 2 ബ്രെഡ് സ്ലൈസും നമുക്ക് ഈ വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് അതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കളയാം. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ മിക്സിയുടെ ജാറ് കുറച്ച് വലിപ്പമുള്ളതായതുകൊണ്ട് ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തതിന് ശേഷമാണ് ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ചെറിയ ജാറൊക്കെ ആണെങ്കിൽ നിങ്ങൾ കുറേശ്ശെ ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ക്യൂമിൻ പൗഡർ ചേർത്ത് കൊടുക്കാം, ചെറിയ ജീരകത്തിൻ്റെ പൊടി. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ചില്ലി ഫ്ലേക്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കണില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്തിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ മല്ലിയില ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിത് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ബോൾസ് ആക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് ബോൾസ് ആക്കി എടുക്കാം. ഇപ്പോൾ ഞാനൊരു ബോൾ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു പ്ലേറ്റിൽ കുറച്ച് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. നമ്മൾ ബോൾ ഷേപ്പ് ആക്കി എടുത്തിട്ടുള്ളത് ഈ കോൺഫ്ലവറിലൊന്ന് പുരട്ടിയെടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാതും ഞാൻ ഇതുപോലെ ബോൾ ഷേപ്പ് ആക്കി എടുത്തതിന് ശേഷം കോൺഫ്ലവർ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ബോൾസ് നല്ല സോഫ്റ്റാണ്, ലൂസായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ ഇത് പൊട്ടിപ്പോവും, നമുക്ക് ഈ ബോൾ ഷേപ്പ് ഒന്നും കിട്ടില്ല. അപ്പോൾ നമുക്കിത് കുറച്ചും കൂടി തിക്കാക്കി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 15 മിനിറ്റ് ഫ്രീസറിലേക്ക് വെക്കാം. അപ്പോൾ ഇത് കുറച്ചും കൂടി തിക്കായിട്ട് നമുക്ക് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിത് ഫ്രീസറിലേക്ക് 15 മിനിറ്റ് വെക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 15 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്ന ബോൾസ് എടുക്കാം. ഇപ്പോൾ കുറച്ചും കൂടി തിക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഓരോ ബോൾസ് എടുത്തിട്ട് ആദ്യം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസ് പുരട്ടിയെടുക്കാം.
ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബോൾസും ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ബോൾസും ഞാൻ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് പുരട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായാൽ നമുക്കിതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഗോൾഡൻ ബ്രൗൺ നിറം വരുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഗോൾഡൻ ബ്രൗൺ നിറം ആയിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ബോൾസ് റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ സ്നാക്കാണ് കേട്ടോ. നമുക്ക് ഇഫ്താറിനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.